promote environmentally sustainable passenger systems, we will develop 7 high-speed rail corridors between cities as growth connectors, namely Mumbai to Pune, Pune to Hyderabad, Hyderabad to Bengaluru, Hyderabad to Chennai, Chennai to Bengaluru, Delhi to Varanasi, Varanasi to Siliguri. Financial sector. ആരോഗ്യമന്ത്രി എത്രയോ തവണ ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ അത് സംബന്ധിച്ച് നിശബ്ദതയാണ്. ഇപ്പോൾ ആയുർവേദത്തെ കുറിച്ച് 3 ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുന്നു. അതിലും കേരളത്തിന്റെ പേര് ഇതുവരെ പരാമർശിച്ചിട്ടില്ല. അത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഉൾനാടൻ ജലപാതയെക്കുറിച്ച് വലിയ വീരവാദം മുഴങ്ങുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഉൾനാടൻ ജലപാതയുള്ള കേരളത്തിന്റെ പേര് പരാമർശിച്ചേയില്ല. അത് ഒറീസയിലേക്ക് കൊണ്ടുവരും. ഉൾനാടൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട ഷിപ്പ് റിപ്പയറിന്റെ കാര്യം യഥാർത്ഥത്തിൽ കേരളത്തിലാണ് കൊടുക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഉൾനാടൻ ഗതാഗതമുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ അത് വാരണാസിയിലും പറ്റ്നയിലുമാണ് കൊടുക്കുന്നത്. ആകെ ഉള്ളത് റെയർ എർത്ത് കൊറിഡോറിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ പേര് പരാമർശിച്ചു. അതായത് ഏറ്റവും കൂടുതൽ മിനറൽ റിച്ച്നെസ് ഉള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ അവിടെ ചവറവിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ KML ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ പരാമർശിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം പരാമർശിച്ചിരിക്കും. പൊതുവെ നോക്കുകയാണെങ്കിൽ വളരെ നിരാശാജനകമായിട്ടുള്ള ബജറ്റാണ്. പൊതുവെയുള്ള സമ്പദ്ഘടന മുൻകാലങ്ങളിൽ വലിയ ആവേശത്തോടെ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം എന്തായി? ഏതെങ്കിലും തരത്തിൽ തൊഴിൽ സൃഷ്ടിച്ചോ? അതേക്കുറിച്ചൊന്നും യാതൊരു പരാമർശവുമില്ല. ഡോളറിനെതിരെ രൂപയുടെ വില ഊപ്പുകുത്തുന്നതിനെ കുറിച്ച് ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ടാക്സ് ടെററിസത്തെ കുറിച്ച് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വേളയാണ്. മനസ്സിലാക്കണം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭകൻ സ്വയം ജീവിതം അപഹരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇതിനെക്കുറിച്ച് പറയും. പൊതുവെ കേരളത്തിന്റെ ഒരു ആവശ്യത്തോടും അനുഭാവപൂർവമായ ഒരു പരിഗണനയും നൽകാത്ത ഒരു ബജറ്റാണ്. നമ്മളൊക്കെ വിചാരിച്ചു കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുകൊണ്ട് കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുമെന്ന്. 29 സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ധനമന്ത്രി ഇവിടെ വന്ന് നിർമ്മലാ സീതാരാമനെ കാണുകയും സമഗ്രമായി ചർച്ചകൾ നടത്തുകയും വിശദമായിട്ടുള്ള നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ മാക്രോ തലത്തിലോ മൈക്രോ തലത്തിലോ ഒരു തരത്തിലുള്ള പരിഗണനയും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യമായ.